ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബി ടിയിലെ ചാപ്റ്റർ 2 ആണ്. ഞാൻ ഇന്നലെ ബി ടിയുടെ ചാപ്റ്റർ 1 ഇട്ടിരുന്നു. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക, കാരണം അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് രണ്ടാമത്തെ ചാപ്റ്റർ, ഒന്നിൻ്റെ ബാക്കി. ഓക്കെ, സോ നമുക്ക് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് 5 ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സാണ്. ഈ 5 കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ 2 കഴിഞ്ഞു. വളരെ സിമ്പിളാണ്, നമുക്ക് കമ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിലുള്ളൂ. സോ ഫസ്റ്റത്തെ നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് എൻട്രപ്രന്യൂറിയൽ സ്ട്രക്ചറാണ്. പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കളിയാക്കരുത്. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ എൻട്രപ്രന്യൂറിയൽ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഒരു കട നടത്തുകയാണ്. അയാൾക്ക് ആണ് ആ കടയുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി. ആ കടയിൽ വരുന്ന പ്രോഫിറ്റ് മൊത്തം അയാളുടെയാണ്. അതെന്തെങ്കിലും നഷ്ടമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയാളുടെ മാത്രമാണ്. ഇപ്പോൾ ഒരു ചെറിയ കട നടത്തുന്ന ആൾ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കടൽ വിൽക്കുന്ന ആൾ, ഇയാളൊക്കെ എൻ്റർപ്രനർ തന്നെയാണ്. അതിലൊക്കെ പെടുന്ന ആൾക്കാർ തന്നെയാണ്. കാരണം അയാൾ ഒറ്റയ്ക്ക് ആ കട നടത്തുന്നു, അല്ലെങ്കിൽ ഹെൽപ്പിന് ഒരാളെ വയ്ക്കുന്നു, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം മൊത്തം അയാളുടെയാണ്. പിന്നെ ചിലവിന് മറ്റവർക്ക് കൊടുക്കണം. എന്നാലും ആ ഒരു കട എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരൊറ്റ ഓണറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതാണ് എൻട്രപ്രനർ സ്ട്രക്ചർ. ദി സ്ട്രക്ചർ ഈസ് ബിൽഡ് അറൗണ്ട് ദ ഓണർ മാനേജർ എന്ന് വെച്ചാൽ അത് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഒരേ ആളാണ്. അങ്ങനെയാണെങ്കിലേ എൻട്രപ്രനർ ആവുള്ളൂ. ചെറിയ ബിസിനസ് ആയിരിക്കും, ടിപ്പിക്കലി സ്മോൾ ബിസിനസ്. കാരണം വലുതാവും തോറും നമ്മുടെ ബിസിനസ്സിൻ്റെ സെറ്റപ്പ് മാറുമല്ലോ. ഓക്കെ, കൂടുതൽ ആൾക്കാർ വരും, കൂടുതൽ ഫണ്ട് വരും, അങ്ങനെയാണ്. സോ ഏർലി സ്റ്റേജസിലുള്ള ഡെവലപ്മെൻറ്റാണ് നമ്മുടെ എൻട്രപ്രനർ സ്ട്രക്ചറിൽ പെടുക. എൻട്രപ്രനർ സ്ട്രക്ചറിൽ രണ്ട് ആൾക്കാരേ ഉണ്ടാവുള്ളൂ, എൻട്രപ്രനറും എംപ്ലോയും. അത് ഞാൻ പറഞ്ഞു. ഓണർ തന്നെയാണ് ഈ മാനേജറിൻ്റെ താഴെ പണിയെടുക്കുന്ന ആൾക്കാരാണ് ഈ എംപ്ലോയീസ്. സോ ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു എൻട്രപ്രനറിൽ. അല്ലാതെ വേറെ ഓണേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതേ ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്യാൻ വേറെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ആദ്യം നമുക്ക് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഇത് നോക്കാതെ നിങ്ങൾ പോരുത്. ഞാൻ ആക്ച്വലി ഇതിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്ത് തരികയാണ്. നിങ്ങളിത് ഓൾറെഡി നിങ്ങളുടെ ഫാക്കൽറ്റി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് മനസ്സിലാവണമല്ലോ, കാരണം ഓൾറെഡി നിങ്ങളിത് പഠിച്ചതാണല്ലോ. സോ അതിന് തന്നെ നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് വളരെ ഫാസ്റ്റർ ആയിരിക്കും. കാരണം ഈ ഒരു ഓണർ തന്നെയാണ് അതിൻ്റെ മാനേജർ. അയാൾക്ക് കൂടുതൽ ആൾക്കാരെ ബോധിപ്പിക്കാനൊന്നുമില്ല. അയാൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അയാൾക്ക് ചെയ്യാം. അയാളോട് ചോദിക്കാനോ പറയാനോ ഒരാളും ഉണ്ടാവില്ല. സോ അതൊരു നല്ല കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റും. മോർ റെസ്പോൺസീവ് ടു മാർക്കറ്റ് എന്ന് വെച്ചാൽ കുറച്ച് ദിവസം പറഞ്ഞു തന്നെയാണ്. അയാൾക്ക് പെട്ടെന്ന് നമ്മുടെ മാർക്കറ്റിലെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് പുതിയ ഡിസിഷൻസ് എടുക്കാനും, ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടാൽ അത് എടുക്കാനും പറ്റും. നമ്മളിപ്പോൾ ഒരു കമ്പനിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. കാരണം അതിൽ ഉള്ള ഡയറക്ടേഴ്സ് എല്ലാം കൂടി ഒരു മീറ്റിംഗ് നടത്തി അങ്ങനെയൊക്കെ ഒരു സംഭവം അപ്രൂവ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. സോ അതിന് ടൈം കൺസ്യൂമിങ് ആണ്. ഇതാവുമ്പോൾ എൻ്റർപ്രീനർഷിപ്പ് ആകുമ്പോൾ എല്ലാം വളരെ പെട്ടെന്ന് നടക്കും. പിന്നെ ഗോൾ കൺക്ലൂഷൻസും ഗുഡ് കൺട്രോളും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ ഓണർ തന്നെയാണല്ലോ ഇത് മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് പ്രോഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ അയാൾ ഏറ്റവും മാക്സിമം വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അയാളുടെ എംപ്ലോയീസിനെ കൊണ്ട് അയാൾ തന്നെ ഡയറക്റ്റ് വർക്ക് ചെയ്യിപ്പിക്കും. ഓക്കെ, അത്രയും നല്ല രീതിയിൽ അയാൾ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ അയാൾക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. സോ അയാൾ അതിനു വേണ്ടി ഏറ്റവും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഇൻ കേസ് ലോസ് ഉണ്ടായാലും അത് അയാളുടെ മാത്രം ബാധ്യതയാണല്ലോ. അപ്പോൾ അയാൾ ഉഴപ്പില്ല. ഗുഡ് കൺട്രോൾ എന്ന് വെച്ചാൽ ഡയറക്റ്റ് എൻട്രപ്രനറും എംപ്ലോയി തമ്മിലുള്ള റിലേഷൻ ആണല്ലോ. സോ ഡെയിലി നമ്മളിങ്ങനെ പോയി കാണാം, നമ്മുടെ എംപ്ലോയീസുമായിട്ട് സംസാരിക്കാം, അവരുമായിട്ട് നമ്മൾ വർക്കിൽ ഇടപെടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിൽ നല്ലതുപോലെ അത് ബാധിക്കും. നമുക്ക് നല്ല രീതിയിൽ അവരോട് പറഞ്ഞ് അവരുടെ ഹെൽപ്പ് മേടിച്ച് നമുക്ക് ബിസിനസ് റൺ ചെയ്യാൻ പറ്റും. അതുതന്നെയാണ് ക്ലോസ് ബോണ്ട് ടു വർക്ക് ഫോഴ്സും. രണ്ടും ഏകദേശം ഒരേ മീനിങ് ആണ് വരുന്നത്. ഇനി ഇതിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ലോ ലെവൽ എംപ്ലോയി, ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരാൾ നടത്തുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്, അല്ലെങ്കിൽ പലചരക്കടയാണ്. അവിടെ നിൽക്കുന്ന ഒരു എംപ്ലോയിക്ക് അവരെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല. അയാൾക്ക് ഒരിക്കലും ഒരു പ്രൊമോഷൻ കിട്ടില്ല. എങ്ങോട്ട് പ്രൊമോഷൻ കിട്ടാൻ ഓണറായിട്ടോ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കരിയർ സ്ട്രക്ചർ ഇല്ല. അത് വലിയൊരു പ്രശ്നമാണ്. രണ്ടാമത്തേതെന്ന് വെച്ചാൽ ഈ ഒരു ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഓണറെയാണ്. ഓണർ പൊട്ടനാണെങ്കിൽ ബിസിനസ് പൊളിഞ്ഞു. അങ്ങനെയാണ് ഈസി ആയിട്ട് പറയാൻ പറ്റുക. പിന്നെ ഗ്രോത്തിനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം ഒരാൾ തന്നെയാണ് നടത്തുന്നത്. അയാൾക്ക് എടുക്കാൻ പറ്റുന്ന ഫണ്ടിന്
ലിമിറ്റേഷൻസ് ഉണ്ട്, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഒരു എൻ്റർപ്രണർഷിപ്പ് സ്ട്രക്ചറിൽ പറയാനുള്ളത്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഇവിടെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ രണ്ടാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫങ്ഷണൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ സ്ട്രക്ചറാണ്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സിമിലർ ടാസ്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അതായത് എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പാക്കിയിട്ട് നമ്മൾ പറയും ഫങ്ഷണൽ ഗ്രൂപ്പ്. അതായത് ഈ ഫങ്ഷണൽ ഗ്രൂപ്പിലുള്ള ആൾക്കാർ എടുത്തു കൊടുക്കാനുള്ളവരാണ്. അങ്ങനെ ഗ്രൂപ്പ് വൈസ് തിരിക്കുന്നതിനാണ് നമ്മൾ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രക്ചർ എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി വൈഡായി. അവിടെ നമുക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വരും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതാണ് ഒരു ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വന്നു, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നു, പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് വന്നു. ഇവിടെ നമ്മൾ കണ്ടില്ല, എൻ്റർപ്രണർഷിപ്പിൽ എൻ്റർപ്രണറും ജസ്റ്റ് എംപ്ലോയിയും ഇങ്ങനെ 2 പേര് മാത്രമേ ഉള്ളൂ. ഇവിടെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളും വന്നു, കൂടുതൽ ആൾക്കാരുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. സോ അടുത്തതായിട്ട് നമുക്ക് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസിൽ ആദ്യം എന്ന് പറയുന്നത് എക്കണോമീസ് ഓഫ് സ്കെയിലാണ്. എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് വെച്ചാൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, നമുക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റവും ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റും. കാരണം ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ മൊത്തം മാർക്കറ്റിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരായിരിക്കും. സോ ഏറ്റവും സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരാകുമ്പോൾ അവിടെ വേസ്റ്റേജ് കുറയും. അതേപോലെ തന്നെ നമുക്ക് ബൾക്കായിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓർഡർ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് എക്കണോമീസ് ഓഫ് സ്കെയിൽ വരുന്ന അവിടെ. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡൈസേഷൻ. ഞാൻ കുറച്ചകത്ത് പറഞ്ഞ പോയിന്റ് തന്നെ ഉണ്ട്. എല്ലാവരും അതിലുള്ള സ്പെഷ്യലിസ്റ്റുകളായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അതേപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് മോർ കംഫർട്ടബിൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, സ്പെഷ്യലിസ്റ്റുകളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ബാക്കിയുള്ള സ്പെഷ്യലിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർക്കൊന്നുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. കാരണം എപ്പോഴും ആൾക്കാരെ പ്രിഫർ ചെയ്യുക അവരുടെ തന്നെ ലെവലിലുള്ള ആൾക്കാരെയാണ്. അവരുടെ ഒരുപാട് താഴെയോ ഒരുപാട് മുകളിലുള്ള ആൾക്കാരാകുമ്പോൾ നമുക്കൊരു കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യില്ല. സോ സ്പെഷ്യലിസ്റ്റിന് ഒന്നും കൂടി കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യും നല്ലപോലെ. പിന്നെ നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. കാരണം സ്കില്ലിനനുസരിച്ചിട്ട് നമുക്ക് ഈ മാനേജിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് വരെ ആവാമല്ലോ. എനിക്ക് മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ, അല്ല ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കയറി ഇതിൻ്റെ ഹെഡ് വരെ ആവാം. സോ അങ്ങനെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസിന് നല്ല സാധ്യതയുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഡിസഡ്വാൻറ്റേജസിൽ മെയിനായിട്ട് വരുന്നത് എംപയർ ബിൽഡിംഗ് ആണ്. എംപയർ ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഇവരുണ്ടല്ലോ, ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡും പിന്നെ ഇതിൻ്റെ ഹെഡും എല്ലാം കൂടി ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. കാരണം ഇവർക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഉള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ. അതാണല്ലോ നമ്മളിവിടെ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിപ്പാർട്ട്മെൻറ്റൽ സ്ട്രക്ചറും ഫങ്ഷണൽ സ്ട്രക്ചറും കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഉണ്ടാവുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അയാളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ ഏറ്റവും ബെസ്റ്റാക്കാൻ നോക്കും, ഇതിനെ നമ്പർ 1 ആക്കാൻ നോക്കും. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും അയാളുടെ നമ്പർ 1 ആക്കാൻ നോക്കും. ഇവരെല്ലാവരും അങ്ങനെ നമ്പർ 1 ആക്കാൻ നോക്കിയിട്ട് അവിടെ ഒരു എംപയർ ബിൽഡിംഗ് ഉണ്ടാവും. എല്ലാവരും സ്വന്തം കാര്യം എന്നുള്ള രീതിയിൽ മാത്രം എത്തും. അല്ലാതെ കമ്പനിക്ക് വേണ്ടിയിട്ട് കമ്പനിക്ക് എന്താണ് ആവശ്യം അത് ചെയ്യാതെ അവർ ഡിപ്പാർട്ട്മെൻറ്റിനെ നന്നാക്കാൻ വേണ്ടി നോക്കും. അത് ക്ലിയർ ആയില്ലേ? സോ രണ്ടാമത്തെ ഡിസിപ്ലിൻ വെച്ചാൽ സ്ലോ ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറേ പേരോട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം വരും. കാരണം ഇതിൽ കുറേ മാനേജേഴ്സും കുറേ ഡയറക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഫങ്ഷൻസ്, അതും എംപയർ ബിൽഡിംഗ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം മീനിങ് ആണ്. കനോട്ട് കോപ്പ് വിത്ത് ഡൈവേഴ്സിഫിക്കേഷൻ ഒരു ഓപ്പർച്യൂണിറ്റി കുറവാണ് ഇതിനകത്ത്. കാരണം ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഡൈവേഴ്സിഫിക്കേഷനുള്ള ചാൻസ് കുറവാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കട്ടോ. മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് ഡിവിഷണൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സ്ട്രക്ചർ. ഇത് എന്ന് വെച്ചാൽ നമ്മുടെ ഫങ്ഷൻ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇതിൻ്റെ കുറച്ചും കൂടി ഒരു ഹയർ വേർഷനാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രൊഡക്ട്സിനെയാണ് ഓരോ ഡിവിഷൻ ആക്കിയിട്ടുള്ളത്. ഓരോ പ്രൊഡക്റ്റിനെ ഉണ്ടാക്കുന്ന ഒരു ഡിവിഷൻ, അടുത്ത പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഡിവിഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സുകൾക്ക് ഡിവിഷൻ ആക്കി കൊടുത്തിരിക്കുകയാണ്. ഇവിടെ എങ്ങനെയായിരുന്നു? ഇവിടെ അവർ ടോട്ടൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുള്ളൂ. ആ പ്രൊഡക്റ്റിന് ഉണ്ടാക്കുന്നതിൽ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഇവിടെ ഓരോ പ്രൊഡക്റ്റിന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്. മനസ്സിലായില്ലേ? ആ ഡിഫറൻസ് മനസ്സിലായില്ലേ? This structure occurs when an organization is split into several divisions, each one autonomously seeing an product ആണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതൊന്ന് നോട്ടീസ് ചെയ്യുക.
പിന്നെന്താണെന്ന് വെച്ചാൽ ഇവിടെ അതിൻ്റെ സെപ്പറേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ താഴെ ഡിവിഷൻ 1. ഈ ഡിവിഷൻ 1 എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. പ്രൊഡക്റ്റ് എ, പ്രൊഡക്റ്റ് ബി, പ്രൊഡക്റ്റ് സി. പിന്നെ അതിനകത്തുള്ള ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ പ്രൊഡക്റ്റ് എയ്ക്ക് ഉണ്ടാവും ഈ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്റ്റ് ബിക്ക് ഉണ്ടാവും ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്. കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയൊക്കെയാണ് നമുക്ക് നമ്മുടെ മൂന്നാമത്തെ സ്ട്രക്ചറിൽ പഠിക്കാനുള്ളത്, മെയിനായിട്ടുള്ളത്. പിന്നെ ഇവിടെ വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എസ് ബി യു എന്ന് വെച്ചാൽ ഓരോ ഡിവിഷനെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. കാരണം ഓരോന്നും ഡിഫറെൻറ്റ് പ്രൊഡക്ട്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് ഒരു ഐഡൻറ്റിറ്റി ഉള്ള ഒരു യൂണിറ്റിനെ പറയുന്ന പേരാണ് സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്, SBU എന്ന് പറയും. അത് എക്സാമിന് വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഡെഫിനേഷൻ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഈച്ച് ഡിവിഷൻ ഈസ് എ സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫയബിൾ പാർട്ട് ഓഫ് ദി ഓവറോൾ ബിസിനസ്. ആ ഒരു ഓർഗനൈസേഷൻ്റെ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഓവറോൾ ആയിട്ടുള്ള നടത്തിപ്പിൽ സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള പാർട്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് എന്ന് പറയാം. ഇവിടെ ഇപ്പോൾ ഡിവിഷൻ 1ഉം ഡിവിഷൻ 2ഉം ഡിവിഷൻ 3യും സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റാണ്. കാരണം മൂന്നിനും 3 ഐഡൻറ്റിറ്റിയാണ്. ഇനിയിപ്പോൾ നമുക്കതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും. കാരണം ഇവിടെ ഈ പ്രൊഡക്റ്റ് എ, ഈ ഒരു ഡിവിഷൻ്റെ ഹെഡ് വരെ നമുക്ക് എത്താൻ പറ്റും. ഇവിടെയും എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്തി ഫംഗ്ഷൻ്റെ ഹെഡായി, ഇവിടെ എത്തി ഡിവിഷൻ്റെ ഹെഡ് വരെ ആവാം. സോ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തേന്ന് വെച്ചാൽ ക്ലിയർ റെസ്പോൺസിബിലിറ്റി ഫോർ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഡിവിഷൻ. ഈ ഒരു ഡിവിഷൻ എന്ത് പറ്റിയാലും ഇതിൻ്റെ ഉത്തരവാദിത്തം ആർക്കായിരിക്കും? ഇതിൻ്റെ ഹെഡിനായിരിക്കും. ഇതിനെന്ത് പറ്റിയാലും ഡിവിഷൻ 2വിന് എന്ത് പറ്റിയാലും ഡിവിഷൻ 2വിൻ്റെ ഹെഡിനായിരിക്കും അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി. സോ അങ്ങനെ നമുക്ക് ഒരാൾക്ക് ഒരു ക്ലിയർ റെസ്പോൺസിബിലിറ്റി കൊടുക്കാൻ പറ്റും. ഇതിനെന്ത് പറ്റിയാലും നീയാണ് കേട്ടോ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ പിന്നെ അത് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഡിവിഷൻ 2വിൻ്റെ ഹെഡിനാണ്. പിന്നെ ജനറൽ മാനേജേഴ്സൊക്കെ ഉണ്ടാവും. അതായത് നമുക്ക് നോക്കി നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ജനറൽ മാനേജേഴ്സിൻ്റെ ഒക്കെ ആവശ്യം കുറവായിരിക്കും. കാരണം ഇത് നോക്കി നടത്താൻ ഓൾറെഡി ഇതിന് ഹെഡുണ്ട്. ഡിവിഷൻ 2 നോക്കി നടത്താൻ അവർക്ക് ഹെഡുണ്ട്. അപ്പോൾ ഇതൊരു ഓവറോൾ നോക്കി നടത്താൻ വേണ്ടി മാത്രം ജനറൽ മാനേജേഴ്സിന് മതി. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസിലി ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് നേരത്തെ ആ ഫങ്ഷണൽ യൂണിറ്റിൻ്റെ കാര്യം പറഞ്ഞു, അവർക്ക് ഒരു പ്രൊഡക്റ്റേ ഉണ്ടാക്കാൻ അറിയുള്ളൂ. അവർക്ക് ബാക്കിയുള്ള ഒരു പ്രൊഡക്റ്റിനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഡൈവേഴ്സിഫിക്കേഷൻ കുറവായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്കൊരു പുതിയ പ്രൊഡക്റ്റിനെ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ഡിവിഷൻ 4 എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവിഷനും കൂടി അങ്ങോട്ട് തുടങ്ങിയാൽ മതി. സംഭവം കഴിഞ്ഞില്ലേ? അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് പുതിയ ഡിവിഷൻസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പുതിയ പ്രൊഡക്ട്സ് ഉണ്ടാക്കാം. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ ഈസ് വെരി ഈസി ഇൻ ദിസ് ഡിവിഷണൽ സ്ട്രക്ചർ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ടോപ്പ് മാനേജ്മെൻറ്റ് ഫ്രീ ടു കോൺസെൻട്രേറ്റ് ഓൺ സ്ട്രാറ്റജിക് മാറ്റേഴ്സ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എക്സാമിന്. ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ ഡിവിഷൻ 1ഉം ഡിവിഷൻ 2ഉം ഡിവിഷൻ 3യും ഒന്നും നോക്കി നടത്തേണ്ട ആവശ്യം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനില്ല. കാരണം ഫുൾ റെസ്പോൺസിബിലിറ്റി ഡിവിഷൻ 1ൻ്റെയും 2ൻ്റെയും 3ൻ്റെയും ഒക്കെ ഹെഡിനാണ്. അതായത് ഫങ്ഷണൽ ഇവിടെ ഉണ്ടല്ലോ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഈ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്നത് ഡിവിഷനാണ്. ഈ ഡിവിഷനെ മാത്രം നോക്കിയാൽ മതി, ഡിവിഷൻ്റെ ഹെഡിനെ മാത്രം നോക്കിയാൽ മതി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്. സോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് പണി കുറഞ്ഞു. അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് കുറച്ചും കൂടി സ്ട്രാറ്റജിക്കായിട്ട്, അതായത് കമ്പനിയിൽ കുറച്ചും കൂടി എന്തെങ്കിലും മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ, വലിയ ഡിസിഷൻസൊക്കെ എടുക്കാനുണ്ടെങ്കിൽ അവർക്ക് അതിലേക്ക് ഒന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ ഡേ ടു ഡേ അല്ലെങ്കിൽ അവർക്ക് സെയിലും കാര്യങ്ങളൊന്നും തീരെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഒക്കെ നോക്കാൻ ഈ ഡിവിഷൻ്റെ ഹെഡ്സ് ഉണ്ട്, അവർ നോക്കിക്കോളും ബാക്കി എല്ലാ കാര്യങ്ങളും. ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഈ ഡിവിഷൻ ഹെഡ് മാനേജേഴ്സ് നോക്കിക്കോളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ ആകുമ്പോൾ ഇതിനൊരു പോരായ്മയായിട്ട് നമുക്ക് പറയാം. കാരണം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു പവർ നഷ്ടപ്പെടുകയാണ്. അവർക്ക് എംപ്ലോയീസുമായിട്ടുള്ള റിലേഷൻ കുറഞ്ഞു. അവർക്ക് എംപ്ലോയീസുമായിട്ട് പണിയെടുപ്പിക്കാനുള്ളൊരു ക്യാപ്പബിലിറ്റി കുറയുന്നുണ്ട് അവിടെ. കാരണം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഹെഡുകളാണ്. അവരാണ് ഇനി മൊത്തമായിട്ട് ഈ കമ്പനി റൺ ചെയ്യുന്നത് എന്ന രീതിയിലൊക്കെ മാറാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് ഗോൾ കോൺക്രൂവൻസ് ആണ്. കാരണം ഈ ഹെഡ് എന്ന് പറയുന്നത്, അതായത് ഡിവിഷൻ 1ൻ്റെ ഹെഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഓണറൊന്നുമല്ല. അവർക്കിപ്പോൾ ഇത് ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കിയാലൊക്കെ അവർക്ക് കിട്ടേണ്ട സാലറി കിട്ടും കമ്പനി പൂട്ടി പോകുന്നവരെ. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇതുണ്ടാവുള്ളൂ ഒരു കമ്പനീനോട്. കൂറ് കാണിക്കാമെന്നൊക്കെ പറയില്ലേ, അത് കുറവായിരിക്കും. കാരണം അവരുടെ സ്വന്തം കമ്പനി ഒന്നുമല്ലല്ലോ. പിന്നെ ഡ്യൂപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഈ ഡിവിഷൻ 1ഉം ഡിവിഷൻ 2ഉം ഡിവിഷൻ 3യും ഇവർ പരസ്പരം അങ്ങോട്ട് എപ്പോഴും ചർച്ച ചെയ്തോണമെന്നൊന്നുമില്ല ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഡിവിഷൻ 3 ചെയ്ത കാര്യം ഓൾറെഡി ഡിവിഷൻ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ വന്നു. അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ രണ്ടുപേരും ഒരുമിച്ച് നടത്തുകയാണെന്നുണ്ടെങ്കിൽ
രണ്ടുപേരിൽ നിന്നും ക്യാഷ് പോയിട്ടുണ്ട്. അത് നമ്മുടെ ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്നാണ് ക്യാഷ് പോയത്. പക്ഷേ പറയുമ്പോൾ അത് ഡ്യൂപ്ലിക്കേഷൻ ആയില്ലേ, കാരണം ഓൾറെഡി ഒരു കാര്യം 2 പ്രാവശ്യം ചെയ്തില്ലേ. സോ അതിനൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ സ്പെഷ്യലിസ്റ്റ് മേ ഫീൽ ഐസൊലേറ്റഡ് എന്നാണ് പറയുന്നത് കേട്ടോ. സ്പെഷ്യലിസ്റ്റ് വിൽ ഫീൽ ഐസൊലേറ്റഡ് എന്നല്ല, മേ ഫീൽ ഐസൊലേറ്റഡ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കുറച്ച്. ലാസ്റ്റത്തെ പോയിൻ്റാണ് അലോക്കേഷൻ ഓഫ് സെൻട്രൽ കോസ്റ്റ് ക്യാൻ ബി എ പ്രോബ്ലം. നമ്മുടെ സെൻട്രൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പ് ലെവലായിട്ടുള്ള മാനേജ്മെൻറ്റിന് നമുക്ക് അവരുടെ ചിലവുകളുണ്ടല്ലോ, അവർ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കുന്നില്ലല്ലോ. ഡയറക്ടേഴ്സ് ഇറങ്ങി പണിയെടുത്ത് അവർ പൈസ ഉണ്ടാക്കുന്നില്ലല്ലോ, അവർ ബാക്കിയുള്ളവരെയും കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. സോ ആ ഡയറക്ടേഴ്സിൻ്റെ ചിലവ് എങ്ങനെ നമ്മൾ എടുക്കണം, അതായത് ഓരോ ഡിവിഷനിൽ നിന്ന് എത്ര % വെച്ച് എടുക്കണം എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണല്ലോ. കാരണം ഏറ്റവും കൂടുതൽ പ്രോഫിറ്റിൻ്റെ ബേസിലാണോ അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കുന്ന കോസ്റ്റിൻ്റെ ബേസിലാണോ എന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സോ അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്, അലോക്കേഷൻ ഓഫ് സെൻട്രൽ കോസ്റ്റ് ക്യാൻ ബി എ പ്രോബ്ലം എന്ന്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് MAയിലാണെന്ന് തോന്നുന്നു. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് പഠിക്കാനുണ്ട്, അവിടെ നമ്മൾ പഠിക്കും. സോ ഇത്രയാണ് ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ചത്. കാരണം 2ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. സോ മെയിനായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഇന്ന് എടുത്തിട്ടുണ്ട്. ബാക്കി നാളെ മറ്റന്നാളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.